റംസാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഇസ്രായേൽ ഒരു വമ്പൻ പണി ഗാസയിലുള്ളവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഗാസ മുനമ്പിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ സഹായങ്ങളും വിതരണങ്ങളും നിർത്തിവെക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ റംസാൻ മാസം ആയതുകൊണ്ട് തന്നെ ഗാസയിലേക്ക് ആക്രമണം അഴിച്ചു വിടരുത് എന്ന അമേരിക്കയുടെ ആ ഒരു നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഭക്ഷണം, വെള്ളം, പിന്നെ മറ്റ് മരുന്നുകൾ ഇതെല്ലാം ഗാസ മുനമ്പിലേക്ക് ഇസ്രായേൽ കൊടുത്തുവിടുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്നത് എന്ന നിർദ്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. ഗാസ മുനമ്പിലേക്കുള്ള എല്ലാ സാധനങ്ങളുടെയും വിതരണങ്ങളുടെയും പ്രവേശനം തന്നെ തടയുന്ന രീതിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. തീരുമാനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടില്ല, അതായത് നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ടിട്ടില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേലിനെതിരെ വെടിനിർത്തൽ നീട്ടാനുള്ള US നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഈ മാസം തന്നെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ഹമാസ് വിരണ്ടു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കാമെന്നാണ് ഹമാസ് ഇപ്പോൾ പറയുന്നത്. സഹായ വിതരണം പൂർണ്ണമായും നിർത്തിയിട്ടുണ്ട്. എന്നാൽ ചില മാധ്യമങ്ങൾ പറയുന്നത് പൂർണ്ണമായും നിർത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതാണ്. മാനുഷിക സഹായത്തിൽ വർധനവ് ഉൾപ്പെട്ട ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം ശനിയാഴ്ച അവസാനിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ പിന്മാറ്റത്തിലും സ്ഥിരമായ വെടിനിർത്തലിനും പകരമായി ഹമാസ് ശേഷിക്കുന്ന ഡസൻ കണക്കിന് ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ഇരുപക്ഷവും ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. വെടിനിർത്തലിന്റെ ആദ്യഘട്ടം റമദാൻ വരെയോ ഏപ്രിൽ 20 വരെയോ നീട്ടാനുള്ള നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നതായി ഇസ്രായേൽ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ആദ്യ ദിവസം തന്നെ ഹമാസ് ബന്ദികളുടെ പകുതി പേരെയും മോചിപ്പിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ മിഡിൽ ഈസ്റ്റ് അംബാസഡർ സ്റ്റീവ് വിറ്റ്കോഫിൽ നിന്നാണ് ഈ നിർദ്ദേശം വന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പറയുന്നതനുസരിച്ച് ഈ നിർദ്ദേശപ്രകാരം ഹമാസ് ബന്ദികളിൽ പകുതി പേരെ ആദ്യ ദിവസം തന്നെ മോചിപ്പിക്കുകയും ബാക്കിയുള്ളവരെ സ്ഥിരമായ വെടിനിർത്തൽ കരാറിന് ശേഷം മോചിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തിലേറെയായി ഇസ്രായേലും ഹമാസിനും ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്ന അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്ന് ഉടനടി പ്രതികരണമൊന്നും ഇതിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഈ നിർദ്ദേശത്തോടും ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേല് ഈ റമദാൻ മാസത്തിൽ വെടിനിർത്താനായി, അതായത് അങ്ങോട്ട് ആക്രമിക്കില്ല എന്നുള്ള ഒരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന സകല സഹായങ്ങളും വിതരണങ്ങളും എല്ലാം തടയാനാണ് ഇസ്രായേലിന്റെ വലിയ നീക്കം. ഇതോടുകൂടി ഈ മാസം അവർക്ക് വലിയ രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.